നമസ്കാരം. പവർ പോയിന്റിലേക്ക് സ്വാഗതം. സംസ്ഥാന തലത്തടുത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴെ വനിതകൾ സമരത്തിലാണ്. ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയാണ് വനിതകളുടെ സമരം. കേരളീയ സമൂഹം ഒന്നടങ്കം സമരത്തെ പിന്തുണച്ചിട്ടും മുഖ്യമന്ത്രിക്കും ഇടതുമുന്നണിക്കും സർക്കാരിനും അനക്കമില്ല. എന്താണ് വനിതകളുടെ സമരത്തിനോട് ഇത്ര വലിയ വിരോധം? വലിയ വായിൽ വനിതാ ശാക്തീകരണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു മുന്നണിയുടെ സമീപനമാണിത്. തികച്ചും ന്യായമായ സമരമെന്ന് എല്ലാവരും തലകുലുക്കി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിയടക്കം, ആരോഗ്യമന്ത്രിയടക്കം തലകുലുക്കി സമ്മതിക്കുന്നു. ആശാമാരുടെ സമരം ന്യായമാണ്, പക്ഷേ ആവശ്യങ്ങൾ അംഗീകരിക്കില്ല. അതുപോലെ തന്നെയാണ് വനിതാ റാങ്ക് ഹോൾഡേഴ്സ് സമരം, CPOമാരുടെ, അതും ന്യായമായ സമരമാണ്, തികച്ചും ന്യായമായ സമരം. ഈ രണ്ട് തികച്ചും ന്യായമായ സമരത്തിന് നേരെ കണ്ണടക്കുകയാണ് ഭരണവർഗം. എന്തിനാണ് ഇവരോട് ഇത്ര വലിയ പാതകം? എന്തു പിഴച്ചു ഈ വനിതകൾ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ മുന്നണിയോടും? മുഖ്യമന്ത്രിയുടെ മകൾക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകുന്ന എല്ലാവരും ഇക്കാര്യം കൂടി മനസ്സിലാക്കണം. എന്തുകൊണ്ട് ആ പിന്തുണ ഇവർക്ക് ഭരണമുന്നണി നൽകുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയമാണ് പവർ പോയിൻ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആശാവർക്കർമാരുടെ സംഘടന സമരസമിതിയുടെ നേതാവ് ബിന്ദു, വനിതാ CPOയുടെ നേതാവ് അനവദ്യ, അതോടൊപ്പം തന്നെ LDF നേതാവും കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് എന്നിവരാണ്. പല വ്യത്യസ്തമായ രീതിയിൽ വേദനകൾ സഹിച്ചായിരുന്നു നിങ്ങളുടെ സമരം. പല അവസരങ്ങളിലും സമരത്തിൽ പങ്കെടുത്തവർ വിതുമ്പിക്കരയുന്ന അവസ്ഥയും ഉണ്ടായി. പലരും മോത്സാഹപ്പെട്ട് വീഴുകയും ചെയ്തു. ഇത്തരത്തിലായിരുന്നു നിങ്ങളുടെ സമരം മുന്നേറിയിരുന്നത്. പക്ഷേ സർക്കാർ എന്താണ് സമീപനം സ്വീകരിക്കുന്നത്? കണ്ണുകെട്ടിയിരിക്കുകയാണ്. സർക്കാരിന് നിഷ്പ്രയാസം ഈ സമരം ഒത്തുതീർപ്പാക്കാം. PSC റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടിയാൽ മതി. ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ അത് കൃത്യമായി തന്നെ ചെയ്തും വന്നിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ ഈ രോദനം സർക്കാരിൻ്റെ മുന്നിൽ എത്തുന്നില്ല? അതേസമയം എത്തിയാൽ തന്നെ എന്തിന് കണ്ണടയ്ക്കുന്നു? ആർക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നു? ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ്. എനിക്ക് പഠിക്കാനും ജോലിക്ക് വേണ്ടി ശ്രമിക്കാനും മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇന്ന് നമ്മൾ തലസ്ഥാന നഗരിയിൽ വന്ന് ഭിക്ഷയാചിക്കുന്ന പോലെയുള്ളൊരവസ്ഥ ഉണ്ടാവുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. ഇപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണ്, അവരുടെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിങ്ങനെ നിരാലംബരായി ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ, ഇനി 19 വരെ കാലാവധി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 4-5 വർക്കിംഗ് ഡേയ്സ് മാത്രമാണ് ഞങ്ങളെ മുന്നിൽ ഉള്ളത്. ആ 5 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിലയേറിയ നിമിഷങ്ങളാണ്. ആ 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സർക്കാർ ഞങ്ങളെ വേദന തിരിച്ചറിയും, ഞങ്ങളെ വേദന മനസ്സിലാക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴുള്ള വിശ്വാസം. ആ പ്രതീക്ഷയുടെ ഒറ്റ വിശ്വാസത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ വെയിലും മഞ്ഞും മഴയും കൊണ്ട് ഉറങ്ങാതെ, ആഹാരം പോലും മര്യാദക്ക് കഴിക്കാതെ അവിടെ കിടക്കുന്നത്. നമുക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാകും, സാധാരണ ഒരു മനുഷ്യജീവിക്ക് ഇത്രയും ദിവസമൊന്നും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നേരിട്ട് നിൽക്കാൻ പറ്റില്ല. ഫിസിക്കലി മാത്രമല്ല, ഞങ്ങൾ മാനസികമായിട്ട് വളരെയേറെ തകർന്നിട്ടുണ്ട്. ആദ്യ ദിവസങ്ങളൊക്കെ 50-60 പേരും കുട്ടികളുണ്ടായിരുന്ന ആ സമരപ്പന്തലിൽ ഇപ്പോൾ 10-20 കുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഒരു ചോദ്യം വരും, അവരെവിടെ പോയി എന്നുള്ളത്. അതിനുള്ള കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ 20-22 കുട്ടികൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ. തീർച്ചയായും ഞങ്ങൾ പെൺകുട്ടികളാണ്. യൂറിനറി ഇൻഫെക്ഷൻ മൂത്രമൊഴിക്കാത്തത് കൊണ്ട് തന്നെയാണ് വന്നത്. വെള്ളം കുടിക്കുന്നില്ല. അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, 4-5 കുട്ടികൾ നിരാഹാരം. അവർ ആഹാരം കഴിക്കാതെ ഇരിക്കുമ്പോൾ കൂടെയുള്ള കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ സഹജീവികളോട് കരുണയുള്ളവരാണ്, മനുഷ്യന്മാരല്ല നമ്മൾ, ആ മനുഷ്യത്തുള്ളിൽ ഉണ്ടാവില്ല. അടുത്ത കാരണം, ഓരോ കുട്ടി മോഹലാസ്യപ്പെട്ട് വീഴുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷമുണ്ട്. അത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ്. ഇപ്പോഴും എന്താണ് മുന്നിൽ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവ് വരെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുട്ടികളാണ്. കൂടുതലും 24-25 വയസ്സുള്ള കുട്ടികളാണ്. കൂടിപ്പോയാൽ 29 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതിൽ അമ്മമാരുണ്ട്. പാലൂട്ടുന്ന മക്കളെ ഇട്ട് ഇവിടെ സമരപ്പന്തലിൽ വിങ്ങുന്ന മാറും മനസ്സുമായി കിടക്കുന്ന ആൾക്കാരുണ്ട്. വയസ്സായ അച്ഛനമ്മമാരിട്ട് വന്ന ആൾക്കാരുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ
എത്രയോ സമരമുറകളിലൂടെ പാവപ്പെട്ടവൻ്റെ വേദന അറിഞ്ഞ, കഷ്ടപ്പാടറിഞ്ഞ, അവർക്ക് വേണ്ടി പ്രയത്നിച്ച നമ്മുടെ ഗവൺമെൻറ്, അങ്ങനെയുള്ള ആ വഴികളിൽ കൂടെ വന്ന നമ്മുടെ നേതാക്കന്മാർ ഒരിക്കലും ഞങ്ങളെ കൈവിടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴുള്ള വിശ്വാസം. ഒരു ശുഭാപ്തി വിശ്വാസം ഇപ്പോഴും അവർ കൈവിട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങളും സമരം ആരംഭിച്ചത്. പക്ഷേ ഇപ്പോഴത് 60 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. പൊതുസമൂഹം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അനങ്ങുന്നില്ല. എന്താണ് ഇതിന് കാരണം? കാരണം നിങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം വളരെ ന്യായമാണ്. ഒടുവിൽ നിങ്ങൾ പറഞ്ഞു തൽക്കാലം 3000 രൂപയെങ്കിലും ഓണററിയും ഒന്ന് കൂട്ടിത്തരൂ, ബാക്കി 3 മാസം കഴിഞ്ഞ് കമ്മിറ്റി എന്താണ് പറയുന്നത് അതുപോലെ ചെയ്യാം. അതുപോലും അംഗീകരിക്കാൻ കഴിയാതെ ഏറ്റവും നല്ല മാർഗം സമരം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്നതാണെന്ന് മുഖ്യമന്ത്രി വലിയ ധാർഷ്ട്യത്തോടെ തന്നെ പറയുമ്പോൾ എന്താണ് ഇനി നിങ്ങളുടെ മുന്നിലുള്ളത്? അല്ല, നമ്മൾ ഈ സമരത്തിന് ഇവിടെ എത്തിച്ചേരുമ്പം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇപ്പോഴും അതേ നിലയിൽ നിലനിൽക്കുകയാണ്. കാരണം കിട്ടിക്കൊണ്ടിരിക്കുന്നത് 232 രൂപയാണ്. അത് വർദ്ധിപ്പിച്ചതാകട്ടെ 2023 നവംബറിലാണ്. അതിനുശേഷം വില സൂചികയും ജീവിത സൂചികയൊക്കെ തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാത്ത ഒരു സാഹചര്യത്തിൽ ഈ കിട്ടുന്ന തുക കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ സമരത്തിലേക്ക് വന്നത്. നമുക്കറിയാം, ഇതിന് വില സൂചികയ്ക്ക് അനുസരിച്ചാണ് DA വർദ്ധിപ്പിക്കുന്നത്, ക്ഷാമബത്ത കൊടുക്കുന്നത്. അപ്പോൾ 12%-ലധികമായി വില വർധന ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ 8% DA പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഇതൊരു സമീകരണമാണ്. വില വർധനവും ജീവിത ചെലവുകളും തമ്മിലുള്ളൊരു സമീകരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ക്ഷാമബത്ത പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോലും ഈ 1.5 വർഷത്തിനിടയിൽ എത്രത്തോളം വില വർധനമുണ്ട്. അപ്പോൾ ആശാവർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ചെറിയ തുകയിൽ തന്നെ ഒരു 1500-2000 രൂപ ഓൾറെഡി 2023 മുതൽ കൊടുത്താലേ നമുക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലെത്തുകയുള്ളൂ. പിന്നെ ആശാവർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന 232 രൂപ എന്ന് പറയുന്നത് അതിലൊരു പകുതിയിലധികം അല്ലെങ്കിൽ ഒരു 40% നമ്മൾ അന്നന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. ബസ് ഫെയർ, അല്ലെങ്കിൽ ഓട്ടോ ചാർജ്, അല്ലെങ്കിൽ പെട്രോൾ അടിക്കാൻ, മറ്റ് വെള്ളം കുടിക്കാനോ ഭക്ഷണത്തിനൊക്കെ ചിലവാക്കിയിട്ട് ബാക്കി കിട്ടുന്ന 232 രൂപയിൽ 40% പോക്കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ട് മിച്ചം? പിന്നെ ജീവിക്കാൻ നമുക്ക് എന്താണുള്ളത്? അപ്പോൾ ആ യാഥാർത്ഥ്യമാണ് ഞങ്ങളെ തെരുവിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചത്. ഞങ്ങൾ ഈ സമരം തുടങ്ങിയപ്പോൾ ഇത്രയും നീണ്ടുപോകുന്ന ഒരു സമരമൊന്നും നമ്മൾ സങ്കല്പിക്കുന്നില്ല. കാരണം തൊട്ട് മുൻപ് നമ്മൾ സമരം ആരംഭിക്കുന്ന ഫെബ്രുവരി 10-നാണ്. ജനുവരിയിൽ 5-ാം തീയതി കർണാടകത്തിൽ സമരം ആരംഭിച്ചു. 5-ാമത്തെ ദിവസം അവിടുത്തെ സർക്കാർ, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആശാവർക്കർമാരുടെ നേതാക്കന്മാരെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു. 3-ാമത്തെ ദിവസം അവിടുത്തെ ഹെൽത്ത് മിനിസ്റ്ററും ഹെൽത്ത് ഡയറക്ടറും സമരപന്തലിൽ ചെന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് മിനിസ്റ്റർ വിളിക്കുന്നത്. 5-ാമത്തെ ദിവസം സമരം സെറ്റിൽ ചെയ്തു. അവർക്ക് ഓണറേറിയത്തിന് നല്ലൊരു വർധനവ് കൊടുത്തു. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അത്തരത്തിലുള്ള ചിത്രങ്ങൾ. ആ ഒരു സാഹചര്യത്തിലാണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് സ്ത്രീ തൊഴിലാളികൾ ഇത്തരമൊരു സമരമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഈ സമരത്തിന് നമ്മൾ ഇറങ്ങിയപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആശാവർക്കർമാരും ഈ സമരം ആഗ്രഹിച്ചിരുന്നവരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു പങ്കാളിത്തം നമുക്ക് ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നും ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സംഘടന അറിയാത്ത, പക്ഷേ ഈ സമരം അറിഞ്ഞിട്ട് ഈ സമരപ്പന്തലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരണവശാലും ഈ സമരം ഡിമാൻഡ് നേടിയല്ലാതെ അവസാനിപ്പിക്കരുതെന്ന് അവരാവശ്യപ്പെടുകയാണ്. അവർ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ജീവിതത്തിൻ്റെ നാനാതലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അതാവശ്യപ്പെടുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ കാരണം, കേരളത്തിൽ ഇന്ന് ഒരു ഇടതുപക്ഷ സംസ്ഥാനമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു തുരുത്തെന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് വന്ന ഒരു പഠന റിപ്പോർട്ട് വെളിവാക്കിയത്, പത്രദ്വാര നമ്മൾ മനസ്സിലാക്കിയത്, കേരളത്തിലെ തൊഴിലാളി സമരങ്ങൾ ഇല്ലാതാക്കപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു ചരിത്രമാണ് നമുക്ക് ഈ സമീപകാലത്തുള്ളത്. അവിടെയാണ് ഇതേപോലെ തന്നെ ആശാവർക്കർമാരെ പോലെ തന്നെ തൊഴിൽ മേഖലയിൽ കടുത്ത സാമ്പത്തിക ചൂഷണവും തൊഴിൽ ചൂഷണവും നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവരുണ്ട്. ആ മനുഷ്യരെല്ലാവരും ഓർഗനൈസ്ഡ് സെക്ടറിൽ പോലും വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു സമരം എന്നുള്ള നിലയിൽ ഈ സമരങ്ങളെല്ലാം വന്ധ്യീകരിക്കപ്പെട്ടിരുന്ന ഒരു സമൂഹത്തിലേക്ക് വിട്ടുവീഴ്ചയില്ലാതെ ഡിമാൻഡ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു സമരം അതുണ്ടായി വന്നപ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുവാനും അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിൽപ്പെട്ട തൊഴിൽ മേഖലയിലാണെങ്കിലും സാധാരണ ജീവിതത്തിലാണെങ്കിലും പെട്ട ആളുകൾ തയ്യാറായി വന്നു.
ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ട് കാണും. എന്തുകൊണ്ടാണ് LDF സർക്കാർ ഇത്തരമൊരു സമീപനം പ്രത്യേകിച്ച് വനിതകളുടെ സമരത്തോട് കാട്ടുന്നത്? കാരണം പലതവണ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ ആവർത്തിക്കും ഞങ്ങളെല്ലാം അവർക്ക് അനുകൂലമാണ്, അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്. അത് ആശാ വർക്കർമാരുടെ കാര്യം. രണ്ടാമത് വനിതാ CPമാരുടെ കാര്യവും അവരും സമരത്തിലാണ്. കാരണം ഉറക്കമൊഴിച്ചത് 24 മണിക്കൂറും പഠിച്ച് ആണ് അവർ PSC റാങ്ക് ലിസ്റ്റിൽ അവർ എത്തിയത്. അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുക എന്നുള്ളത് നിസ്സാരമായി സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഇത്തരം പിടിവാശി? ആരോടാണ് ഈ പിടിവാശി കാട്ടുന്നത്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളോടോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ട വനിതകളോടാണോ? ആശാവർക്കറിൻ്റെ നേതാവ് പറഞ്ഞു തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ച് പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്നു. ഇവിടെ ഇവരുടെ സമരത്തിന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ആരോഗ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്, അവരെ ഹെൽത്തിൻ്റെ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട്, അതുപോലെ ധനകാര്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. ഇപ്പം നിയറസ്റ്റ് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചിട്ടുണ്ട്. നോക്കുന്നു പറഞ്ഞത് എന്താണ്? ഒരു കമ്മിറ്റി വെച്ച് തീരുമാനിച്ച് നിങ്ങളുടെ ഓണറേയും അതുപോലെ തന്നെ വർദ്ധിപ്പിക്കാം എന്നല്ലേ പറഞ്ഞത്. ഇപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പം ആശാവർക്കന്മാരുടെ സമരം എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒത്തൊരുമിച്ച് ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സംവിധാനമാണ്. എന്ന് പറഞ്ഞാൽ അത് ഓണററി അല്ല ഞാൻ പറയുന്നത്. നിങ്ങളിത് പറയും തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് ഇങ്ങനെ അല്ലല്ലോ എന്നുള്ള രീതിയിൽ അല്ല ഇൻസെൻറ്റീവ് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ആരോഗ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ഓണറേറിയത്തിന്റെ കാര്യം മിണ്ടുന്നില്ല. ആരോഗ്യമന്ത്രി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ അതിന് ആനുപാതികമായി ഇവിടെ വരെ വർദ്ധിപ്പിക്കും. ഞാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഇപ്പം ആശാവർക്കന്മാർ ഇപ്പം ബിന്ദു എന്നെ പറഞ്ഞു 2023 വർദ്ധിപ്പിച്ചാണ്. ഇത് 2025 ആയുള്ളൂ. 2023 അവർക്ക് വർദ്ധിപ്പിച്ച് കൊടുത്തിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് പോരാ. പക്ഷേ ഈ LDF അതിന് കമ്മിറ്റിയുടെ ആവശ്യം എന്താണ്? അല്ല 2000 അല്ല ഇതിനൊന്നും ഇപ്പം എല്ലാവരുമായിട്ട് ഇപ്പം ധനകാര്യം ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണോ? അല്ലല്ലോ. അത് എല്ലാവരുമായിട്ട് ഒന്ന് ആലോചിച്ച് ഓണറേറിയം ലഭിക്കാനുള്ള 10 നിബന്ധനകളുണ്ട്. അത് പിൻവലിച്ചല്ലോ. അല്ല ഞാൻ കമ്മിറ്റി വേണ്ട. അല്ല വേണ്ട. തീരുമാനിക്കാൻ കമ്മിറ്റി. അതുകൊണ്ടാണ് നിങ്ങളത് ഞാൻ പറയുന്നത്. ഇപ്പം ആശാവർക്കർമാർക്ക് അവർ സമരം തുടങ്ങുമ്പോൾ 10 ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 7 ഡിമാൻഡ് അവർക്ക് അംഗീകരിച്ചു. ഇനി ഒരു 3 ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ആ ഡിമാൻഡിനാണ് അവർ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആശാവർക്കർമാർക്ക് അവരെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ബിന്ദു. അവരൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ 3000 രൂപ തൽക്കാലം അതിനുശേഷം കമ്മിറ്റി വെച്ചിട്ട് കമ്മിറ്റി തീരുമാനം എടുക്കട്ടെ. അല്ല എനിക്ക് സ്വന്തമായിട്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ഇവർക്ക് 3000 അല്ല 10,000 രൂപയും കൂട്ടി കൊടുക്കുന്നതാണ്. പക്ഷേ സർക്കാരിന് ചില മാനദണ്ഡങ്ങളും കാര്യങ്ങളും വരും. അതുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യം എത്രയും പെട്ടെന്ന് അവർ തീർക്കാനുള്ള സമയം ഈ സർക്കാർ എത്തിക്കും. അതിനൊന്നും പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മളെ CPO വനിതാ CPO അവരുടെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം 19 തീയതി ആ ലിസ്റ്റുണ്ട്. എനിക്ക് തോന്നുന്നു ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിനൊരു എക്സ്റ്റൻഷൻ കൊടുക്കുന്നു. പക്ഷേ എല്ലാവരും എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു സർക്കാരിനും അങ്ങനെയല്ല. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കും. PSC ലിസ്റ്റ് ഉണ്ടാക്കി അല്ല കാലാവധി നീട്ടുന്നുള്ളൂ. അങ്ങനെ വല്ലതും ചെയ്യാണെങ്കിൽ ചെയ്യുള്ളൂ. PSCയുടെ എല്ലാ ലിസ്റ്റ് വന്നിട്ടും എല്ലാവരും ഇന്നുവരെ എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം ഇന്നുവരെ PSC ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് പേരെ എടുക്കും, ആവശ്യമുള്ളവർക്കും ബാക്കിയുള്ള ലിസ്റ്റ് ഇരിക്കും. അടുത്ത കാലാവധി തീരുമ്പോഴത്തേക്ക് അടുത്ത ഇതിലോട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ ഇവർക്ക് കുറച്ച് ഏജിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത മന്ത്രിസഭാ യോഗം ബുധനാഴ്ചയാണ്. അതിന് മുമ്പേ ഇവർക്ക് 19 തീയതി വരെ സമയമുണ്ട്. വളരെ വിഷമം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് പറഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു വളരെ ഒരു മാനുഷിക പരിഗണന അവർക്ക് കൊടുക്കും ഈ സർക്കാർ. ഒരിക്കലും അവരെ കൈവിടില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. വൈദ്യ, ഇത് എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഏതായാലും സർക്കാർ കണ്ണു തുറക്കും എന്നുള്ളതാണ്. പക്ഷേ 62 ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നുണ്ട് ആശാവർക്കർമാർ. നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് സമരം ചെയ്തത്. ഇപ്പോൾ കണ്ണു തുറക്കും എന്ന രീതിയിൽ തന്നെയാണ് അവരും മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ 62 ദിവസമായി എന്നുള്ള കാര്യം ആലോചിക്കണം. 20 ദിവസമായി അവർ നിരാഹാര സമരത്തിലുമാണ്. നിങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 10 ദിവസമായെന്ന് തോന്നുന്നു അല്ലേ? 10 ദിവസമായി. ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് താങ്കൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അത്തരമൊരു പ്രതീക്ഷ ഈ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കാൻ വന്നോ? എന്താണ് അവസ്ഥ? ഇത് 10ാമത്തെ ദിവസമാണ് ഞങ്ങൾ അവിടെ കിടക്കുന്നത്. ഇന്നേ വരെ ഞങ്ങളെ ആരും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുമില്ല, വന്ന് കണ്ടിട്ടുമില്ല. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ സാറ് പറഞ്ഞത് ഒരു PSC റാങ്ക് ലിസ്റ്റിൽ നമുക്ക് മുഴുവൻ പേരെയും ഉറപ്പായിട്ട് എടുക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ
മുഴുവൻ പേരെ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല സാർ. ഞങ്ങൾ 30% പേരെ മാത്രമാണ് ഇപ്പോൾ എടുത്തത്. മാത്രമല്ല, ഈ ലിസ്റ്റ് വരുന്നതിന് മുന്നേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇനി നിയമിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ അത്രയും ഒരു ചുരുങ്ങിയ ലിസ്റ്റ് മാത്രമേ ഞങ്ങൾ ഇടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഈ ലിസ്റ്റ് അവരിട്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയ എക്സാം 2022 ജൂലൈ 8 എഴുതിയ എക്സാമാണ്, 3 വർഷം മുൻപേ. ഈ ലിസ്റ്റിൻ്റെ ഫിസിക്കൽ 2022 നോട്ടിഫിക്കേഷൻ വന്നത്. 2023 ജൂലൈ 8 ഞങ്ങൾ പരീക്ഷ എഴുതി. 2024 ഏപ്രിൽ 20 ഈ ലിസ്റ്റ് വന്നു. ഇപ്പോൾ ഇതാ 2025 ഏപ്രിൽ 20 ആവാൻ പോകുന്നു. എത്ര വർഷം? 3 വർഷം. ഈ 3 വർഷം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. ഞങ്ങൾ പെൺകുട്ടികളാണ്, വിവാഹപ്രായം എത്തിയവരാണ്, കല്യാണം കഴിക്കാത്തവർ കുറേ ഉണ്ട്. അപ്പോൾ എന്ത് പറഞ്ഞ് ഞങ്ങൾ നിൽക്കും? ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കുന്നു. കാരണം നമ്മൾ സ്റ്റേബിൾ ആവണം, പെൺകുട്ടികൾ സ്റ്റേബിൾ ആവണം, അല്ലാതെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ 2022 നോട്ടിഫിക്കേഷൻ, ആ ലിസ്റ്റ് ഇങ്ങനെ നടക്കുന്നു. 2023 വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു. പിന്നെ 2024 വീണ്ടും WCPN വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. എടുക്കാൻ ഇപ്പം പറഞ്ഞ് പൂർണ്ണമായി എടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ 2 നോട്ടിഫിക്കേഷൻ വന്നത്? ഒരു നോട്ടിഫിക്കേഷൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എന്തിന് നടത്തി? അതെൻ്റെ ഒരു ന്യായമായ സംശയമാണ് സാർ. അങ്ങനെ ധിക്കരിക്കാനോ അങ്ങനെയൊന്നും ചോദിച്ചാൽ, ഞാനൊരു സാധാരണ പെൺകുട്ടിയാണ്. അപ്പോൾ അതെൻ്റെ ന്യായമായ സംശയം മാത്രമാണ്. ഒരു ലിസ്റ്റ് വന്നിട്ട് അതിൻ്റെ 50% അല്ലെങ്കിൽ 60% എങ്കിലും എടുത്തില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ കുറേ പേർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ WCPN പേരിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നുള്ളത്. ഒരു എക്സാം എഴുതി അതിന് ഫിസിക്കൽ പാസ്സായി നിൽക്കുമ്പോൾ നമ്മുടെ അപ്പോഴും ഗവൺമെൻറ് ഞങ്ങൾ വിശ്വസിച്ചതാണ്. അവർ പറഞ്ഞു ഏറ്റവും എടുക്കാൻ പറ്റുന്ന ലിസ്റ്റ്, ആ ലിസ്റ്റ് മാത്രമേ, ചുരുങ്ങിയൊരു ലിസ്റ്റ് മാത്രം, 967 പേരുള്ള മെയിൻ ലിസ്റ്റാണ്. അതിൽ തന്നെ ഞങ്ങൾ 127 ഡിലീഷൻസ്, 50-60 NJD. പിന്നെ ആൾ കുറഞ്ഞല്ലോ, ലിസ്റ്റിന് വലിപ്പം പിന്നെയും ചുരുങ്ങിയില്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ അഡ്വൈസിൻ്റെ കാര്യം അയക്കുകയാണെങ്കിൽ ഒരാൾക്ക് തന്നെ 5-6 അഡ്വൈസൊക്കെ വരാം. 5-6 പേര് ഒരാൾ 5-6 ജോലിക്ക് പോവുമോ? ഇല്ല, ഒരാൾ ഒരു ജോലിക്കേ പോവുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേ അങ്ങനെയുള്ള കാര്യം കൂടെ ആലോചിക്കണം. ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയമോ പൊളിറ്റിക്സോ അങ്ങനെയൊന്നും വശമില്ലാത്ത ആൾക്കാർ. ഞങ്ങൾ പഠിച്ചു, വീട്ടുകാരെ ഇത്രയും വർഷം 10-24 വർഷം ഞങ്ങളെ നോക്കി. ഇനി അവർക്കൊരു താങ്ങായി തള്ളാൻ ഞങ്ങൾ നിൽക്കണം. സമൂഹത്തിന് മാതൃകയാക്കാവുന്ന ഒരു ജീവിതം ഞങ്ങൾക്ക് സ്വീകരിക്കണം. അതൊക്കെയാണ്. ഞങ്ങളെ മാത്രം കാര്യമല്ല. ഞാൻ ഈ 19 തീയതി കഴിഞ്ഞ് ഒന്നുമില്ലാതെ തകർന്ന മനസ്സു ശരീരവുമായിട്ട് പരിഹാസ കഥാപാത്രമായിട്ട് എൻ്റെ നാട്ടിലെത്തുമ്പോൾ എന്നെ കാണുന്നത് ഒരു സമൂഹമാണ്. വലിയ ആൾക്കാർ ഞാനൊന്നും പറയുന്നില്ല, ചെറിയ മക്കൾ. അപ്പോൾ അവർക്ക് എന്താ സാർ തോന്നുക? പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്ക് വാങ്ങിച്ചിട്ടും കാര്യമില്ലാന്ന് അവർക്ക് തോന്നില്ലേ? ഞാനാണെങ്കിൽ ചിന്തിക്കും, ഉറപ്പായിട്ടും ചിന്തിക്കും. മാത്രമല്ല, നമ്മളെ അടുത്തുള്ള ആൾക്കാർ അവർ ചോദിക്കില്ല, എടി നീ പഠിച്ചിട്ട് എന്ത് കാര്യം ചോദിച്ചു എൻ്റെ അടുത്ത്. എന്തായി PSC കണ്ടു പോയിട്ട് എന്തായി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എന്താ സാർ ഉത്തരവുള്ളത് അതിന്? ഇത്ര ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് ആൾക്കാർ, എനിക്കിവിടെ ഉള്ള കാര്യങ്ങളൊന്നും അറിയില്ല, ഞാനൊരു സാധാരണ കുട്ടിയായതുകൊണ്ട്, എന്തിനാ മോളെ PSCക്ക് പോകുന്നത്? നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, വേറെന്തിനാ പോയിക്കൂടെ എന്ന് ആൾക്കാർ എന്നെ ഒരു പുച്ഛഭാവത്തിൽ ചോദിക്കുന്ന അവസ്ഥ എത്തി. സാർ ഞങ്ങൾ എന്താ സാർ ചെയ്യേണ്ടത്? എനിക്കറിയില്ല, ഞാൻ എങ്ങനെ വീട്ടിൽ പോകുന്നത് എനിക്കിപ്പോഴും അറിയില്ല. പേടിയാണ് സാർ വീട്ടിൽ പോകാൻ. പരിഹാസം കേൾക്കാൻ വയ്യ. ഞങ്ങൾക്ക് വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് മാത്രം മതി, കൂടുതലും കുറവൊന്നും ഞങ്ങൾ പറയുന്നില്ല. അവിടെ കിടക്കുന്ന ഓരോ കുട്ടികളുടെയും കണ്ണുനീര് അതത്രയും പൊള്ളിക്കുന്ന, അത് കണ്ണുനീരല്ല സാർ, ചോരയാണ്. എന്ത് സന്ദേശമാണ് ഈ വാക്കുകൾ നൽകുന്നത്? നിങ്ങളുടെ സർക്കാർ എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? നമ്പർ വൺ എന്ന് ആവർത്തിക്കുന്നതല്ലാതെ എന്ത് നമ്പർ 1 ആണ് കേരളം? എനിക്കിപ്പോഴും ശുഭാപ്തി വിശ്വാസം എന്ന് വെച്ചാൽ ഇവരെ റാങ്ക് ലിസ്റ്റ് ഒന്നീ നീട്ടും, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇത്ര ശതമാനം അവർ നേരത്തെ പറഞ്ഞാൽ ആ ശതമാനം കണക്കിനുള്ള ആളുകളെ നമ്മൾ എടുക്കേണ്ട ഒരു സംവിധാനം ഈ മന്ത്രിസഭാ യോഗത്തിൽ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എല്ലാവരും എടുക്കാമെന്ന് വെച്ചാൽ പറ്റില്ല. ഇപ്പം നമ്മൾ പഠിത്തം എഡ്യൂക്കേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗവൺമെൻറ് ജോലിക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്കിവിടെ അങ്ങനെ ഒരു സംവിധാനം ഒരു ഗവൺമെൻറ്റിനും ആക്കാൻ പറ്റില്ല, ഈ രാഷ്ട്രത്തിനും പറ്റില്ല. ഗവൺമെൻറ് ജോബും തന്നെ വേണമെന്ന് ആരും ശടിക്കില്ല. പക്ഷേ ഇവരെ ഒരു കാര്യം, ഇവരൊക്കെ ഒരു ആഗ്രഹം വന്നുകൊണ്ടായിരിക്കും.
ആഗ്രഹത്തിൽ പഠിത്തത്തിന് ഒരിക്കലും ഇത് വരില്ല. ഈ ഗവൺമെൻറ് സുതാര്യം. എനിക്ക് തോന്നുന്നു അടുത്ത മന്ത്രിസഭാ യോഗം 15-ാം തീയതി ബുധനാഴ്ച കിടക്കുകയാണ്. ആ ബുധനാഴ്ച ഇവരെ പ്രശ്നം പരിഹരിക്കും, 100% പരിഹരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് എന്നൊന്നും നമ്മളില്ല. നമ്മളിത് ജീവിതത്തിൽ പൊരുതി തന്നെ നിൽക്കണം. ആ പൊരുതി നിന്നാലേ നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. അത് CPI വരെ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഇദ്ദേഹത്തിന് 25 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ട് ഈ ജോലി ഇപ്പം PSCയിൽ വന്നു. PSCയിൽ വന്നില്ലെങ്കിൽ നമുക്ക് വേറെ ജോലി തന്നെ, നമ്മൾ പഠിച്ചല്ലേ കഷ്ടപ്പെട്ടത്. അപ്പം ഗവൺമെൻറ് ജോബ് മാത്രം നമ്മൾ ഞാനത് കുറ്റം പറയുന്നതല്ല, ഞാൻ മനസ്സിലായി. നമ്മളെല്ലാം ആ രീതിയിൽ നമ്മൾ ആളുകൾ എന്ത് പറയുന്നത്, ആളുകൾ പലരും പറയട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് LDFനെ സംബന്ധിച്ചിടത്തോളം ഇവരെ പ്രശ്നം പരിഹരിക്കും, 100% പരിഹരിക്കും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശേഷം. അതുപോലെ തന്നെ ആശാവർക്കർമാരും എന്താ പറഞ്ഞു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. അതാണ് ഞാൻ എൻ്റെ കോപ്പിൽ ഈ എഴുതുന്നതിന് മുന്നേ എഴുതിയ വാചകം. എൻ്റെ അച്ഛൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയാണ്, 4-5 വർഷമായിട്ട് ജോലിക്ക് പോകുന്നില്ല. അമ്മ സാധാരണ വീട്ടമ്മയാണ്. സാറ് പറഞ്ഞതുപോലെ ഫ്ലോർ മില്ലിൽ പോയിട്ട് അരി വാങ്ങിക്കാൻ ഞാൻ അങ്ങനെയല്ല വലിയ നല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിന്റെ അല്ല ഞാൻ പറയുന്നത്. ഞാനിവിടെ ഭാര്യ പറഞ്ഞു ബ്രെഡില്ലെങ്കിൽ പാല് കുടിക്കാൻ, അതേ സിദ്ധാന്തമാണ്. ആ രീതിയിലല്ല ഞാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് നമ്മൾ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് പഠിച്ചും എഡ്യൂക്കേഷൻ കൊണ്ട് സർക്കാർ ജോലി അല്ല, സർക്കാർ അല്ലല്ല അതായിരിക്കുന്നത്. അത് റാങ്ക് ലിസ്റ്റ് ഏത് ഗവൺമെന്റിനും അത് പറ്റത്തില്ലെന്നേ. ഏത് ഗവൺമെൻറ്റിനും 100% എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവർ പറഞ്ഞാൽ അത് കുറച്ച് പേരെ എടുത്തോളൂ, ശതമാനം കണക്ക്. ഇവർ പറഞ്ഞ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, 23-ൽ വന്നു, 24-ൽ വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഇവിടെ കിടക്കുന്ന റാങ്ക് ലിസ്റ്റുകാർ എടുത്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ പോരെ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. 100% കറക്റ്റ്. എൻ്റെ അഭിപ്രായം ഇതാണ്, 100% കറക്റ്റ്. LDF ഗവൺമെൻറ് ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല, കാണുകയില്ല. കാരണം ഇന്ന് ഞാൻ ഇവിടെ വന്ന് ധൈര്യത്തോടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ പഠിച്ചതിൻ്റെയും എന്നെ പഠിക്കാൻ അയച്ച എൻ്റെ രക്ഷിതാക്കളുടെയും പഠിപ്പിച്ച അധ്യാപകരുടെയും ഗുണമാണ്. അത് ഞാൻ അന്നും ഇന്നും എന്നും അംഗീകരിക്കുന്ന വ്യക്തിയാണ്. സർ ഡിഗ്രിക്ക് റാങ്ക്, PGക്ക് റാങ്ക്. അപ്പോൾ ചോദിക്കും എന്തിനു നീ PSCക്ക് വന്നു എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടി, പലരുടെയും സാഹചര്യം പറയണമല്ലോ. അപ്പോൾ എൻ്റെ സാഹചര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളാണ്. എൻ്റെ അച്ഛനല്ലേ അമ്മയ്ക്ക് വയ്യാണ്ടായാൽ അടുത്തുള്ള ആളെ പോയി അയ്യോ ഏട്ടാ ഒന്ന് വരും എന്ന് ചോദിക്കുന്ന സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പെൺകുട്ടിയാണല്ലോ. ഞാൻ 11 മണിക്കൊക്കെ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ വീട് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി പോകണം. അപ്പോൾ വേറെ വീട്ടിൽ നിന്നൊക്കെ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഇവൾ ഇന്നയാളെ മോൾ അത് വൈകിട്ടാണ് വരിക. അതങ്ങനെയാണ്. ആ ഒരു അപഹാസ്യം സാർ കേൾക്കണം. നമ്മളെ നമ്മളെ സമൂഹത്തിന് അങ്ങനെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഒന്നും നടക്കൂലെന്നേ. അല്ല ഇവിടെ ഈ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ. ഇപ്പോൾ ഒരു സിനിമ എഴുതുന്നപ്പോൾ ആ സിനിമ നടക്കാൻ അതിനൊരു 24 വെട്ടാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ അത്ര പേടിക്കുന്ന ഒരാളാ ഞാനെങ്കിൽ ഇന്ന് ഈ എല്ലാ ജയ്ഹിന്ദ് ചാനൽ ഉൾപ്പെടെ എല്ലാ ചാനലുകാരും ഇന്ന് ഞങ്ങൾ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുമ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. മനധൈര്യം ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ കിടക്കില്ല. ആ മനധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അവിടെ കിടക്കുന്നത്. പിന്നെ PSC നമ്മളെ ഗവൺമെൻറ്, ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ കുട്ടികൾക്ക് യുവാക്കൾക്ക് ജോലിക്ക് വേണ്ടി നടത്തുമ്പോൾ അതിൽ 4-5 ലക്ഷം കുട്ടികൾ എഴുതിയ പരീക്ഷയിൽ കഴിഞ്ഞ് റിട്ടൺ എക്സാം മാത്രമല്ല ഫിസിക്കൽ എക്സാം ഉണ്ട്. അതിൻ്റെ കൂടെ അവർ നമ്മളെ മെഡിക്കലൊക്കെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. എൻ്റെ റാങ്ക് 429 5-6 ലക്ഷം കുട്ടികൾ 429 റാങ്ക് നേടിയ ഞാൻ ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഇതിൽ എനിക്ക് കൂടുതലൊന്നും എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഞാൻ ഉദ്ദേശിച്ച 2ാമത്തെ കാര്യം, ഞാൻ കാക്കിക്കുള്ളിലായാൽ ഞാൻ സെക്യൂറാണ്. ആ ജോലിക്ക് അത്ര പവറുണ്ട്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏട്ടനോ അനിയനോ അങ്ങനെ ആരുമില്ല. ഞങ്ങളെ വീട്ടിലെ കാര്യം ഞങ്ങളെല്ലാവരും കൂടിയാണ് നോക്കുന്നത്. അപ്പം ഞാനൊരു പോലീസുകാരിയായാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അഭിമാനത്തോടെ അവർ സുരക്ഷിതരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഗവൺമെൻറ്റിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് സാർ ഇത്രയേറെ കുട്ടികൾ PSC എക്സാം എഴുതുന്നത്. അതിൽ കഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുട്ടികൾ ഇങ്ങനെ പുറത്ത് എന്നിട്ട് നിങ്ങൾ തന്നെ പറയാം വേറെ ജോലി നോക്കിക്കൂടെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് സാർ PSC എക്സാം നടത്തുന്നത്? ഇവരുടെ ന്യായമായ ആവശ്യങ്ങളാണ്, നിങ്ങളുടെയും വളരെ ന്യായമായ ആവശ്യങ്ങളാണ്. PSC എന്നും പറഞ്ഞൊരു സ്ഥാപനം നമ്മൾ ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ 21 പേരെ ഇരുത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉള്ള സമയത്താണ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കുകയും ചെയ്തത്. ഇവരവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ കഴിയും? ആ വെള്ളക്കൊട്ടാരം ഇടിച്ചു കളയേണ്ട സമയം കളഞ്ഞില്ല.
ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതും വിരമിക്കൽ ആനുകൂല്യത്തെ സംബന്ധിച്ച് ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. ഇവർ ഈ പറയുന്ന 7000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്ത ഏതെങ്കിലും കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണോ? PSC മെമ്പർമാർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. 100 കോടി രൂപ കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. ഏത് കമ്മിറ്റി പഠിച്ചു? ഏത് കമ്മിറ്റി പഠനം നടത്തിയിട്ടാണിത്? അപ്പോൾ പണിയെടുക്കുന്നവന് അവൻ ഈ കിട്ടുന്ന തുക അതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പറയാണ്, മുഖ്യമന്ത്രി അടക്കം പറയാണ്, ആരോഗ്യമന്ത്രി പറയാണ്, വ്യവസായ മന്ത്രി പറയാണ്, ധനകാര്യമന്ത്രി പറയാണ്. പക്ഷേ അത് കൂട്ടിക്കൊടുക്കില്ല എന്ന് പറഞ്ഞ് അതിന് കമ്മിറ്റി വേണമെന്ന് പറയുന്നത് എന്ത് പറച്ചിലാണ്? ഈ കേരളത്തിൽ പണിയെടുക്കുന്നവൻ അവൻ്റെ വേതനം കൂട്ടിക്കൊടുക്കാൻ ഒരു കമ്മിറ്റി വെച്ച് പഠനം നടത്തുക. ആ കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കമ്മിറ്റി വെച്ച് ആലോചിച്ചോ. ആശാ വർക്കർമാർക്ക് കേരളത്തിൽ മാത്രമാണ് യൂണിഫോം കൊടുക്കാത്തത്. ഞങ്ങൾ മിനിസ്റ്ററോട് എപ്പോഴും പറയുന്നു, ആശാ വർക്കർമാരെ റെഗുലറൈസ് ചെയ്യണം. ആര് റെഗുലറൈസ് ചെയ്യും? അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൽപ്പെട്ടവരാണ്. എന്തെങ്കിലും ഇതുവരെ ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ 5 വർഷം സ്ഥിരമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവരെ റെഗുലറൈസ് ചെയ്യണം. ഈ 18ാമത്തെ വർഷം ഞങ്ങൾ ഒരു അനിശ്ചിതകാല സമരമായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവരെ തൊഴിലാളിയാക്കി അംഗീകരിച്ചിട്ട് 28,000 രൂപ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ സങ്കല്പം. അത് പറഞ്ഞുകൊണ്ടാണ് കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നത്. അത് നിങ്ങൾ കമ്മിറ്റി വെച്ചോ, പഠനം നടത്തിക്കുക. പക്ഷേ ഇപ്പോൾ നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട് ഒരു ഫോർമുല ഉണ്ടാക്കണം. അവന് തയ്യാറാകുന്നില്ല എന്ന് വന്നപ്പോഴാണ് 21,000 രൂപ അവർ പടിപടിയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കുക കമ്മിറ്റി പഠിച്ചിട്ട്. നിങ്ങൾ ഓർക്കണം, ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന 52ാമത്തെ 53ാമത്തെ ദിവസമാണ്. 3ാമത്തെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. 2 മാസം തികയാൻ പോകുമ്പം ഒരു 3 മാസത്തെ കാലാവധിയിട്ടൊരു കമ്മിറ്റിയെ വെച്ച് പഠിച്ച് ആ കമ്മിറ്റി കൊടുക്കുന്ന പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ മന്ത്രിസഭ ചർച്ച ചെയ്തല്ലേ, ആരോഗ്യവകുപ്പ് ചർച്ച ചെയ്ത് അതിനകത്ത് നിർദ്ദേശങ്ങൾ എടുത്ത് പിന്നെ ഇത് നടപ്പാക്കുമെന്ന് പറഞ്ഞാൽ ഇത് ഏത് കാലത്ത് നടക്കാൻ വേണ്ടിയിട്ടാണ്? അതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. ആരോടാണ് സർക്കാരിന് ഇത്ര വലിയ പിടിവാശി? ഈ പാവങ്ങളോടാണോ? തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പവർ പോയിന്റ് സമാപിക്കുന്നു. അതിഥികളെ എത്തിയ എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്.